السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ റമദാൻ 9ാമത്തെ സുദിനത്തിൽ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് നാം നിലകൊള്ളുകയാണ്. അല്ലാഹു നമ്മുടെ നോമ്പുകളെ സ്വീകരിക്കുമാറാവട്ടെ, ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മുത്തഖീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ അല്ലാഹു നമ്മളെ ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ ദീനിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ് നമ്മുടെ കുടുംബത്തോടും നമ്മുടെ സന്താനങ്ങളോടും ദീനിയായിട്ടുള്ള കൽപ്പന. ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അനുസ്മരിക്കുവാൻ വേണ്ടി ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു സൂറത്തു മറിയമിലൂടെ കൽപ്പന നടത്തുന്നതായി കാണാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. واذكر في الكتاب إسماعيل إنه كان صادق الوعد وكان رسولا نبيا وكان يأمر أهله بالصلاة والزكاة وكان عند ربه مرضيا. അല്ലയോ നബിയെ, തങ്ങൾ ഓർക്കുക, തങ്ങൾ സ്മരിക്കുക. ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ പറ്റി സ്മരിക്കുക. അദ്ദേഹം വാഗ്ദാനം പരിപൂർണമായി പൂർത്തീകരിക്കുന്ന വ്യക്തിയാണ്. അള്ളാഹുവിന്റെ ദൂതനാണ്, അള്ളാഹുവിന്റെ പ്രവാചകനുമാണ്. തന്റെ കുടുംബത്തോട് നമസ്കാരം കൊണ്ട് കൽപ്പിക്കുമായിരുന്നു, സകാത്ത് കൊണ്ടും കൽപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം അള്ളാഹുവിന്റെ അടുക്കൽ വളരെ സംതൃപ്തിപ്പെട്ട വ്യക്തിയുമത്രേ എന്ന് വിശുദ്ധമായ ഖുർആൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, വളരെയേറെ മനസ്സിലാക്കേണ്ട വസ്തുതയാണിത്. ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട കുടുംബത്തോട് സകാത്ത് കൊടുക്കുവാനും നമസ്കാരം ചിട്ടവെക്കുവാനും കുടുംബത്തോട് കൽപ്പിക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ അരുൾ ചെയ്തു, മുറു അബ്നാഅക്കും ഇദാ ബലഗ സബ്അ സിനീൻ. നിങ്ങളുടെ മക്കൾക്ക് 7 വയസ്സെത്തി കഴിഞ്ഞാൽ നമസ്കാരം കൊണ്ട് നിങ്ങൾ അവരോട് കൽപ്പിക്കുവിൻ. അവർക്ക് നമസ്കാരം കൊണ്ട് കൽപ്പന നടത്തിയതിന് ശേഷം അവർ നമസ്കരിക്കാതെ 10 വയസ്സായും അലസത വെച്ച് നടക്കുകയാണെങ്കിൽ 10 വയസ്സെത്തിയിട്ട് നമസ്കരിക്കാതെ നിലകൊള്ളുന്ന കുട്ടികളെ നല്ല രീതിയിൽ ശാസിച്ച് അവരെ അടിച്ചുകൊണ്ടാണെങ്കിലും നമസ്കരിപ്പിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയതാകുന്ന മുതലാണ് നമ്മുടെ മക്കൾ എന്നുള്ളത്. ആ മക്കൾ സംശുദ്ധമായ ജീവിതം നയിക്കാൻ വേണ്ടി രാപകലില്ലാതെ കഷ്ടപ്പെടുന്ന, പ്രവാസി ജീവിതം നയിക്കുന്ന, കൂലിപ്പണിക്കാരാകുന്ന എത്രയോ സഹോദരങ്ങളുണ്ട്, എത്രയോ പാവപ്പെട്ട സഹോദര സഹോദരിമാരുണ്ട്. ആ മക്കളുടെ ദുന്യവിയായ ജീവിതത്തെക്കാൾ ഉപരി ആഖിറം രക്ഷപ്പെടാനാണ് നാം ഏവരും കഷ്ടപ്പെടുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ നമസ്കാരം മക്കൾക്ക് ശീലമാക്കുക, അവരോട് അതുകൊണ്ട് കൽപ്പന നടത്തുക. നമ്മുടെ സന്താനങ്ങളോടും നമ്മുടെ കുടുംബത്തോടും നമസ്കാരം കൊണ്ട് കൽപ്പിക്കണം. ഭർത്താവ് ഭാര്യയോട് പറയണം, ഭാര്യ ഭർത്താവിനെ രാവിലെ സുബഹിയുടെ സമയത്ത് ഉറങ്ങുകയാണെങ്കിൽ വിളിച്ചുണർത്തണം. ഒരു ഭർത്താവിനും ഒരു ഭാര്യയ്ക്കും കരുണ ചൊരിയട്ടെ എന്ന് പ്രവാചകൻ പ്രാർത്ഥിച്ചു. എങ്ങനത്തെ ഭാര്യയും എങ്ങനത്തെ ഭർത്താവുമാണ്? രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുന്നവരാണ്. രാവിലെ സുബഹിയുടെ സമയത്ത് പ്രഭാതത്തിൽ ആരെങ്കിലും ഒരാൾ ഉറക്കത്തിലാണ് എങ്കിൽ മറ്റേ വ്യക്തി വന്നുകൊണ്ട് അവരുടെ മുഖത്ത് അല്പം വെള്ളം തെളിച്ചിട്ടാണെങ്കിലും നമസ്കാരത്തിന് ക്ഷണിക്കുന്നവർക്ക് അള്ളാഹു കാരുണ്യം ചൊരിയട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കുകയുണ്ടായി. ആകയാൽ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷമാണ് ആഖിറത്തിന് വേണ്ടി പ്രയത്നിക്കുക എന്നുള്ളത്. ആ സന്താനത്തിന് വേണ്ടിയും നമ്മുടെ മക്കൾക്ക് വേണ്ടിയും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും നല്ല രീതിയിലുള്ള ഉപദേശം ദീനിയായ നിലയിൽ നടത്തി മക്കളെ നമസ്കാരം ചുട്ടുവെക്കുക. തറാവീഹ് അടക്കമുള്ള നമസ്കാരങ്ങളെ മക്കളെ കൊണ്ട് പ്രേരിപ്പിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.